dear students, welcome back to our classroom. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന പിക്ചർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാനിത് വരച്ച് തുടങ്ങിയപ്പോൾ ഇത്രയും ഒരു ഫിനിഷിങ് കിട്ടുമെന്ന് എന്താ പറയുക, ഇത്രയും നല്ലൊരു വർക്ക് കിട്ടുമെന്ന് കരുതിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു വർക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബേഡ്സ്, അതിൻ്റെ നെസ്റ്റും കുറച്ച് എഗ്സൊക്കെയാണ് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സൊക്കെ ബ്രാഞ്ചസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയ്ഡിങ് ചെയ്യാം. ഷെയ്ഡിങ് നമ്മൾ പഠിച്ചിട്ടില്ല, അത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കളറിംഗ് ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചില കുട്ടികൾക്ക് കളറിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണമെങ്കിൽ കളറിംഗ് ചെയ്യാം. ഈ ഒരു പിക്ചറേ കംപ്ലീറ്റ് ആയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു വർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള വർക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓരോ ഭാഗങ്ങളും വരയ്ക്കുമ്പോൾ വീഡിയോയിലോട്ട് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പെട്ടെന്ന് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഡ്രോയിങ് പഠിക്കാനേ വരരുത്. കാരണം ഡ്രോയിങ്ങിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വർക്കും തന്നെ നല്ല ഫിനിഷിങ് കിട്ടും. നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ വരികയാണ്, എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ കഴിവില്ലാത്ത കുട്ടികളൊന്നുമല്ല, നല്ല കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്ഷമയോട് കൂടി വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോയിലാണ് ചെയ്തത്, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബേഡ്സിൻ്റെയും സ്ട്രക്ചറിൽ ഓരോരോ പ്രത്യേകതകളുണ്ടാവും. ആ ഒരു പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പിക്ചർ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ചില ബേഡ്സിൻ്റെ ബീക്ക് ചിലപ്പോൾ നീണ്ടിട്ടായിരിക്കും, ചിലത് നല്ല ഫാറ്റായിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബേഡ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെസ്റ്റ് വരക്കാം. നെസ്റ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. കുറച്ച് നാരുകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു ബാസ്ക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ നെസ്റ്റ് ചെയ്യരുത്. ഇനി എഗ്സൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് സർക്കിൾ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓവൽ ഷേപ്പിലാണ് എഗ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
ഇന്നത്തെ ഈ ഡ്രോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.